നല്ല ടേസ്റ്റി ആണെന്ന് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം. ആദ്യം തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് സ്മാഷ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ആ ചൂടോടെ തന്നെ നമ്മൾ എടുത്ത് കളയുക. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഫോർക്കോ സ്പൂണോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ ഞാൻ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കരയാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പഞ്ചസാര ആഡ് ചെയ്യുന്നേക്കാളും. കീനു ചെറുതായിരുന്നു. നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പനങ്കൽക്കണ്ടം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ നാരും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഇടയിൽ പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ ഉരുട്ടി ഇങ്ങനെ പരത്തിയെടുക്കാം. നെയ്യ് ഒഴിച്ച് ഫ്രൈ പാനിൽ നമ്മൾ രണ്ടു വശം ഒന്ന് വേവിച്ചെടുക്കുക. കൂടുതൽ വേവാനൊന്നും ഉണ്ടാവില്ല, കാരണം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. പിന്നെ ആ ഒരു അരിപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നെയ്യ് കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വരും കേട്ടോ. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അപ്പത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് കേട്ടോ.